നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ പ്രണയബന്ധത്തിന് പുതിയ തുടക്കം ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ്. അപ്പോൾ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിന് പുതിയ തുടക്കം ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി തയ്യാറാകുന്നുണ്ടോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയപ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വ്യക്തി ദൂരേക്ക് നടന്നു നീങ്ങിയത്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതെല്ലാം തേർഡ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ഈ വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളും അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയി. അതായത് ഈ വ്യക്തിക്ക് പോസിറ്റിവിറ്റി ഇല്ലാതെയായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി എന്നും അനുഗ്രഹമെന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരാണ് നല്ലവരെന്നും അവരുടെ ഊർജമാണ് ഏറ്റവും നല്ലതെന്നും ഈ വ്യക്തി വിശ്വസിച്ചു. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും അതുപോലെ പോസിറ്റീവ് എനർജി എന്നും ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല. അതിൽ പിന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രക്കങ്ങോട്ട് പോസിറ്റീവ് അല്ലായിരുന്നു. മോശപ്പെട്ട കാര്യങ്ങൾ നടന്നു, പറ്റിക്കപ്പെട്ടു, അതുപോലെ ചതിക്കപ്പെട്ടു, മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് പോയി. ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ പിന്നെയാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഏറ്റവും ഭാഗ്യം ഉള്ള വ്യക്തി ആയിരുന്നു എന്നുള്ള സത്യം. നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു പങ്കാളി, അല്ലെങ്കിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒരു പങ്കാളി എന്നുള്ള രീതിയിൽ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കണ്ണുകളിലെ കണ്ണുനീര് പോലും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ശാപം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്ന് തന്നെയാണ്. കാരണം ഈ വ്യക്തിക്ക് താല്പര്യമില്ല ഇങ്ങനൊരു ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിജയത്തെ തന്നെയാണ്. വിജയത്തെയും അതുപോലെ തന്നെ ഒരുമിച്ചുള്ള സെലിബ്രേഷനെയുമാണ് ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം മാനസികപരമായി നല്ല രീതിയിൽ തന്നെ താഴ്ന്നിരിക്കുകയാണ്. ആദ്യമൊക്കെ വളരെയധികം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ദേഷ്യവും അതുപോലെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവ രീതി എന്നിങ്ങനെയുള്ള രീതികൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. എന്നാൽ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, നല്ല രീതിയിലുള്ള ഒരു അച്ചടക്കവും സമാധാനവും സ്നേഹവും അതുപോലെ തന്നെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയിലേക്കാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഈ വ്യക്തി വീണ്ടെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തിലേക്ക് ഈ വ്യക്തി മാറിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങൾ തന്നെയാണ് കാരണം എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാരണം.
അതായത് നിങ്ങൾ ഇല്ലാതെ ആയപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈ വ്യക്തി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതും അസ്വസ്ഥതപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റിവെക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായും സ്പഷ്ടമായും കാണുവാൻ സാധിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രത നഷ്ടപ്പെടുത്തുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ പ്രണയബന്ധത്തിന്റെ ജീവൻ കളയുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. നിങ്ങളിലേക്ക് എത്രമാത്രം മനോഹരമായി എത്തിച്ചേരുവാൻ സാധിക്കുന്നുവോ, എത്ര നല്ല മനുഷ്യനായി എത്തിച്ചേരാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുമായി നല്ല രീതിയിൽ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ മാത്രമാണ്, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളൊരു മനോഭാവത്തോടെയും പിടിവാശിയോടെയുമാണ് ഈ വ്യക്തി നിലകൊള്ളുന്നത്. ഈ വ്യക്തിയെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന് പകരം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സ്വയം ലജ്ജ തോന്നുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആഘോഷങ്ങൾ സ്വപ്നം കാണുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുമായി ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും നിങ്ങളെ സ്വന്തമായി കാണുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പോസിറ്റീവ് എനർജി ഈ വ്യക്തിക്ക് വേണം. നിങ്ങളുമായി ഇനി ഒരുമിച്ചുള്ള ജീവിത കാലഘട്ടത്തിൽ എല്ലാവിധ സുഖങ്ങളും സൗഭാഗ്യങ്ങളും വിജയങ്ങളും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ജീവിതമാണ്, പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ പോകേണ്ടി വരുമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു, സ്വയം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഒരു വിമുക്തി നേടാനാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ വ്യക്തിയെ യാതൊരു കാരണവശാലും മാറ്റി നിർത്താൻ നിങ്ങൾക്കുമാകില്ല, നിങ്ങളെ മാറ്റി നിർത്താൻ ഈ വ്യക്തിക്കുമാകില്ല. ഈ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര നിസാരമായ കാര്യമല്ല. അതെല്ലാ മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നതുമല്ല. ചില വ്യക്തികൾ സ്വന്തമായി മനസ്സിലാക്കിയാൽ പോലും ആ തെറ്റുകൾ തിരുത്തുവാനോ അത് തെറ്റാണ് എന്ന് സമ്മതിച്ചു തരാനോ തയ്യാറാവുകയില്ല. എന്നാൽ ഈ വ്യക്തി ചെയ്തതോ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാവുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ആർജിച്ചുകൊണ്ട് ഒരു ഊർജത്തോടു കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാര്യങ്ങളെ നേടിയെടുക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് യാതൊരു കാരണവശാലും ഈ വ്യക്തിയെ മാറ്റി പറയാനാവുകയില്ല. എന്തായാലും ഒരു മനുഷ്യൻ എന്ന നിലയിലും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ വ്യക്തി ആദ്യം വലിയ രീതിയിലുള്ള പരാജയത്തിലാണ് പോയിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ വിജയത്തിലേക്ക് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ശത്രുക്കളിൽ നിന്നും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.